ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വരെ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പം ഇതിനി വേണ്ടെന്ന് തീർത്തും തീരുമാനിച്ചത്. പിന്നെ 2 കുട്ടികളെയും വെച്ചിട്ടാണ് അന്ന് ആ പഠിത്തം പഠിച്ചത്. എന്നെക്കൊണ്ട് ഇപ്പം നോക്കിയാൽ അത് പറ്റൂല. പക്ഷെ ആ സമയം ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്ത് ആ ഒരു ലൈഫിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം. കാര്യം ഒരു തെറ്റും ചെയ്യാത്ത ഇങ്ങനെ ഉപദ്രവം സഹിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കല്യാണം കഴിക്കേണ്ടതുണ്ടോ പെൺകുട്ടികൾ? എൻ്റെ അഭിപ്രായം കല്യാണം കഴിക്കരുത് എന്നാണ്. നമുക്ക് വിചാരിച്ചാൽ നമുക്ക് ഒറ്റയ്ക്ക് എവിടെ പോയി വേണമെങ്കിലും ജീവിക്കാൻ പറ്റും. പ്രണയിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും ഈ ടോക്സിസിറ്റി ഒക്കെ നമുക്ക് വാവ് ചേട്ടായിയുടെ കെയർ എന്നൊക്കെ തോന്നും. നീ ഷോൾ ഇടണം, നീ എന്താ അങ്ങനെ പോയേ, നീ എന്തിനാ അവനോട് വേണ്ടി, ഇതൊക്കെ നമുക്ക് ഭയങ്കര സുഖമായിട്ട് തോന്നും. പക്ഷെ അതൊരു ലൈഫൊക്കെ തുടങ്ങി ജീവിതത്തിലേക്കൊക്കെ കടന്നു കഴിയുമ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ, ഈ പ്രണയമൊക്കെ അവിടെ അങ്ങ് പോകും. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിവോഴ്സ് ആയതിനു ശേഷം എല്ലാവരും കൂടി നിർബന്ധിക്കുന്ന കാര്യമായിരിക്കും സെക്കൻഡ് മാരേജ്. പക്ഷേ ഞാൻ അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി, എനിക്കിനി അത് പറ്റൂല. കാര്യം ഈ ഒരു ഒറ്റയ്ക്ക് ജീവിക്കുന്നതിൻ്റെ സുഖം അതെ, അത് നമ്മൾ ആസ്വദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറൊരാളെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അമ്മയാണ് എപ്പോഴും ബൂസ്റ്റ് ആയിട്ട് എപ്പോഴും താങ്ങി നിൽക്കുന്ന ആള്. സത്യം, അമ്മയാണ് എൻ്റെ എല്ലാം. അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം എൻ്റെ ലൈഫ് ഞാൻ ഇങ്ങനെ നിർത്തിയിട്ട് അവിടെ മെയിനായിട്ട് ജോലിയിൽ ഇങ്ങനെ നിൽക്കുന്നത്. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? നമ്മുടെ ആവശ്യത്തിന് മറ്റൊരാളുടെ മുന്നിൽ പോയി കൈ നീട്ടുക എന്ന് പറഞ്ഞാൽ ഞാൻ ആ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഒരു 10 രൂപ പോലും ഇല്ലാതെ ഇങ്ങനെ തപ്പിപ്പറക്കിയിട്ടൊക്കെ ഉണ്ട്. നമ്മളെപ്പോഴും ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ ആയിരിക്കണം. നമുക്ക് പൈസയാണ് ഇമ്പോർട്ടൻ്റ് ജീവിതത്തിൽ, വേറെ ഒന്നുമല്ല. പൈസ ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. ഭർത്താവോടെ ഇരിക്കും, എടി ചായ മുന്നിൽ, എടി കോഫി മുന്നിൽ, എൻ്റെ ഷർട്ട് അയൺ ചെയ്തില്ല, ഇത് തന്നെയല്ലേ കണ്ടു വളരുന്നത്. ഇപ്പോഴും സിസ്റ്റം അങ്ങനെ തന്നെയല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാം, അവനവൻ്റെ കാര്യം അവനവൻ ചെയ്യണം. നിന്റെ ഡ്രസ്സായാലും നിന്റെ ഫുഡ് വേസ്റ്റ് ആയാലും എല്ലാം നീ കൊണ്ട് കളയണം, നീ തന്നെ വാഷ് ചെയ്യണം. ഞാൻ 18 വയസ്സ് വരെ നിങ്ങളെ പഠിപ്പിക്കും. ഇനി എനിക്കുള്ളത് എന്തും തന്നിട്ടായാലും നിങ്ങളെ ഞാൻ പഠനത്തിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ എല്ലാം ഞാൻ നിങ്ങൾക്ക് തരും. 18 വയസ്സിന് ശേഷം 5 പൈസ ഞാൻ തരില്ല. വെറുതെ തിന്നും കുടിച്ചും കിടക്കാനാണ് ഭാവമെങ്കിൽ സത്യമായിട്ടും മക്കളാണെന്ന് നോക്കില്ല, മാറ്റി പോകാൻ പറയത്തുള്ളത്. പൊതുവെ ഇപ്പോഴത്തെ പെൺകുട്ടികൾ, ഇപ്പൊ ഞാൻ തന്നെ എടുക്കാം, എനിക്കിപ്പോൾ ഫിനാൻഷ്യലി ഞാൻ സ്റ്റേബിൾ ആണ്. പക്ഷെ ഒരു കല്യാണം എന്ന് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ടെൻഷനാണ്. ഇതിപ്പം കല്യാണം കഴിഞ്ഞ് എങ്ങനെയായിരിക്കും, കല്യാണം കഴിക്കണോ? അത് പൊതുവെ ഇപ്പോഴത്തെ ന്യൂസുകൾ കാണുമ്പോൾ തന്നെ ഒരു കല്യാണം കഴിച്ച പെൺകുട്ടികൾ സുരക്ഷിതരാണോ എന്നൊക്കെ പല ചോദ്യങ്ങൾ വരും. ശരിക്കും കല്യാണം കഴിക്കേണ്ടതുണ്ടോ പെൺകുട്ടികൾ? എന്താ അഭിപ്രായം? എൻ്റെ അഭിപ്രായം കല്യാണം കഴിക്കരുത് എന്നാണ്. എന്തുകൊണ്ടാണ്? കാര്യം എൻ്റെ ലൈഫിൽ എൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെയാണ്. നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ വേറെ ചെയ്യാനുണ്ട്. കല്യാണമൊക്കെ കഴിക്കുമ്പോഴത്തേനും നല്ലൊരു പാർട്ട്ണർ ആണെങ്കിൽ ലൈഫ് അടിപൊളി ആയിരിക്കാം, മേ ബി, എനിക്കറിയില്ല. പക്ഷേ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഉത്തരവാദിത്തങ്ങളും നമ്മളിൽ തന്നെ ഫോക്കസ് ആവും. എല്ലാ കാര്യങ്ങളും സ്ത്രീകളിൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ ഫോക്കസ് ആവും. അപ്പം അത് വേണ്ട. ഞാനിപ്പോൾ എൻ്റെ അനിയത്തിയോട് ഇരുന്ന് പറയായിരുന്നു, കല്യാണം കഴിക്കാത്തതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. നമുക്ക് നമ്മുടെ ഈ ഒരു ആയുസ്സിൽ എന്തെല്ലാം കാര്യങ്ങൾ വേറെ ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം അതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ വളരെ റെയർ ആയിട്ടാണ്, ഒരു 90% ഒരു 10% ആൾക്കാർക്കായിരിക്കും മേ ബി ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ആളുകളെ കിട്ടുകയും അവർ ഹാപ്പി ആയിട്ട് പോകുന്നത്. ഇപ്പൊ ഒരു ടോക്സിക് റിലേഷൻ ആവുന്ന കരുതിയിട്ടായിരിക്കില്ല ഇപ്പൊ ആരും ഒരു റിലേഷൻഷിപ്പിൽ പോകുന്നത്. എങ്ങനെ ഒരു ടോക്സിക് റിലേഷൻ ആണെന്ന് മനസ്സിലാവുക ഒരു കല്യാണത്തില്? പ്രണയിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും ഈ ടോക്സിസിറ്റി ഒക്കെ നമുക്ക് വാവ് ചേട്ടായിയുടെ കെയർ എന്നൊക്കെ തോന്നും. നീ ഷോൾ ഇടണം, നീ എന്താ അങ്ങനെ പോയേ, നീ എന്തിനാ അവനോട് വേണ്ടി, ഇതൊക്കെ നമുക്ക് ഭയങ്കര സുഖമായിട്ട് തോന്നും. പക്ഷെ അതൊരു ലൈഫൊക്കെ തുടങ്ങി ജീവിതത്തിലേക്കൊക്കെ കടന്നു കഴിയുമ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ, ഈ പ്രണയമൊക്കെ അവിടെ അങ്ങ് പോകും. കുറച്ച് ഉള്ളവരുണ്ടേ, മിക്കവാറും ഉള്ളവരുടെ കാര്യം പറയണം. അപ്പോൾ പ്രണയമൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിയുമ്പം ചില ആളുകൾ ഒരാളിൽ മാത്രം ആക്കി എല്ലാ ഉത്തരവാദിത്തങ്ങളും. അപ്പോൾ അത് മാത്രമല്ല, ഈ ചില ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോക്സിക് ബോയ്സ് ഈ ആധിപത്യം സ്ഥാപിക്കില്ലേ സ്ത്രീകളിൽ, അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യം. അത് മാരേജിന് ശേഷമായിരിക്കും പല സ്ത്രീകൾക്കും ബുദ്ധിമുട്ടായിട്ട് തോന്നാൻ തുടങ്ങുന്നത്. സത്യം. ഇപ്പൊ ഒരു കല്യാണത്തിൽ വന്ന് ഡിവോഴ്സ് തീരുമാനം എടുക്കുന്നതേ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ ജോലിക്ക് വേണ്ടിയിട്ട് ആദ്യം അവിടെ ഇരുന്ന് പഠിക്കുന്നതും ജോലി ചെയ്യുന്നതൊക്കെ. അതൊക്കെ ഒരു വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു തീരുമാനമാണ്. കാരണം സക്സസ്ഫുൾ ആവുക, അല്ലെങ്കിൽ അതിനുവേണ്ടി ആ സമയത്തും തിരക്കുകൾക്കിടയിലും പഠിക്കുക,
ജോലി നേടുക, സ്വന്തം കാലിൽ നിൽക്കുക എന്നൊക്കെ പറയുന്നത് ആസ് നമുക്കൊരു മോട്ടിവേഷനാണ്. അത് ചിലപ്പം ചിലർക്ക് അത് പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ അത് ചേച്ചി ഇത് കാണിക്കുമ്പോൾ അത് വളരെ ഒരു മോട്ടിവേഷനാണ്. പക്ഷെ അന്ന് അത് ഭയങ്കര ഒരു പ്രയാസം പിടിച്ചൊരു സമയമായിരുന്നില്ലേ? അത് ആ സമയത്ത് എന്തായിരുന്നു ഒരു നമ്മളെ തന്നെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു മോട്ടിവേഷൻ എന്തായിരുന്നു ആ സമയത്ത്? എനിക്ക് കിട്ടിയ ഉപദ്രവങ്ങളൊക്കെ തന്നെ ആയിരുന്നു എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ഒരു തോന്നലായിരുന്നു ഞാൻ പഠിക്കാനുള്ള മെയിൻ കാരണം. പിന്നെ 2 കുട്ടികളെയും വെച്ചിട്ടാണ് അന്ന് ആ പഠിത്തം പഠിച്ചത്. എന്നെ കൊണ്ട് ഇപ്പം നോക്കിയാൽ അത് പറ്റൂല. പക്ഷെ ആ സമയം ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്ത് ആ ഒരു ലൈഫിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം. കാര്യം ഒരു തെറ്റും ചെയ്യാത്ത ഇങ്ങനെ ഉപദ്രവം സഹിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല രീതിയിൽ ശ്രമിച്ചു. എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ജീവിതം ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പം ഈ ആൾ ഓക്കെ ആവും, അപ്പം നല്ലപോലെ ആയിരിക്കും പിന്നെ എൻ്റെ ലൈഫൊന്നും. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേനും അത് കൂടി വരുമായിരുന്നു ചെയ്തത്. അങ്ങനെയാണ് പിന്നെ ശരി ഇത് എൻ്റെ ജോലി വരെ ബാധിക്കാൻ തുടങ്ങി. കാര്യം സേഫ്റ്റി ഡിപ്പാർട്ട്മെൻ്റ് ആണ് റെയിൽവേയിൽ. അപ്പം അവിടെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വരെ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പം ഇതിനി പറ്റൂല എന്ന് തീരുമാനിച്ചിട്ട് പെട്ടെന്നല്ല കുറേ ടൈം എടുത്തിട്ടാണ് അത് വേണ്ടെന്ന് തീർത്തും തീരുമാനിച്ചത്. ഈ പൊതുവെ ഈ തമാശകൾ പറഞ്ഞ ആളുകളെ ചിരിപ്പിക്കുന്ന ആളുകൾക്ക് ഉള്ളിൽ വിഷമങ്ങൾ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ലൈഫിൽ കുറേ വിഷമമുള്ള ആളുകളായിരിക്കും പുറത്ത് തമാശയോടെ എപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കുന്നത് പറയാറുണ്ട്. ഇത് സംസാരിക്കുമ്പോൾ ഉള്ളിൽ ഒരുപാട് വിഷമമുണ്ടെങ്കിൽ പുറത്ത് ആളുകളെ ചിരിപ്പിക്കുക, അങ്ങനെ ഒരു തോട്ടുണ്ടോ? എനിക്ക് വിഷമമുണ്ട്. ഇപ്പോഴും നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ചിരിച്ചിരിക്കുന്നെങ്കിലും എനിക്ക് വലിയൊരു വിഷമം അപ്പുറത്ത് മാറിയിട്ടുണ്ട്. പക്ഷെ എല്ലാവരുടെയും ലൈഫിൽ വിഷമം ഉണ്ടാവും. പിന്നെ ഇങ്ങനെ പറയുന്നത് കേൾക്കാം, ചിരിപ്പിക്കുന്നത് കൂടുതൽ വിഷമിച്ചവരാണ് അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല, അറിയത്തില്ല. എല്ലാവരുടെയും ലൈഫിൽ വിഷമമുണ്ട്. നമുക്ക് ഒരാളെ പേഴ്സണലി അവരോട് സംസാരിക്കുമ്പോഴായിരിക്കും അവരുടെ ഇവർക്ക് പുറകിൽ ഇത്രയും ദുഃഖങ്ങളുണ്ട്. മനുഷ്യനാണെങ്കിൽ എല്ലാവർക്കും വിഷമവും ഉണ്ടാവും സന്തോഷവും ഉണ്ടാവും. എനിക്കെപ്പോഴും വിഷമമുണ്ട്. എനിക്ക് ഇപ്പം പബ്ലിക്കായിട്ട് പറയാൻ പറ്റാത്ത തരത്തിലുള്ള പല വിഷമങ്ങളും എനിക്കും ഉണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് സമ്പാദിച്ചത് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുക എന്ന് പറയുന്നത് അതിൽ ഇപ്പോൾ ഒരു സ്റ്റേജിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങാനോ ഒന്നും പറ്റാത്തൊരു സമയം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആരെങ്കിലും അച്ഛനെയോ ഹസ്ബൻഡിനെയോ ബ്രദറിനെയോ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു ടൈം ഉണ്ടാവും. ഇത് സ്വന്തമായിട്ട് ജോലി ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റാണ്? ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. പെണ്ണുങ്ങളെന്നല്ല എല്ലാവർക്കും അതൊരു എന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യത്തിന് മറ്റൊരാളുടെ മുന്നിൽ പോയി കൈ നീട്ടുക എന്ന് പറഞ്ഞാൽ ഞാൻ ആ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. പൈസ ഒരു 10 രൂപ പോലും ഇല്ലാതെ ഇങ്ങനെ തപ്പിപ്പറക്കിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം വെച്ചാൽ നമ്മളെപ്പോഴും ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ ആയിരിക്കണം. നമുക്ക് പൈസയാണ് ഇമ്പോർട്ടൻ്റ് ജീവിതത്തിൽ, വേറെ ഒന്നുമല്ല. പൈസ ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. ആ ഒരൊറ്റ കാര്യം മാത്രമാണ് എല്ലാവരുടെയും മൈൻഡിൽ വേണ്ടത്. ഇപ്പം പെണ്ണായാലും ശരി ആണായാലും ശരി. ആൺകുട്ടികൾ ഒരുപാട് പേര് പൈസയ്ക്ക് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എനിക്കറിയാം. അപ്പം എല്ലാവരും ഫസ്റ്റ് നോക്കേണ്ടത് എങ്ങനെ പൈസ ഉണ്ടാക്കാം, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ വീട്, നമുക്ക് ആരും ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞാൽ ഇപ്പം ഏത് മനുഷ്യനായാലും വേണമെങ്കിൽ ഇറങ്ങിപ്പോന്ന് പറയാം. എൻ്റെ വീട്ടിലായാലും മേ ബി ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ പോണ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വരാമല്ലോ. സ്വന്തമായിട്ടൊരു വീടുണ്ടെങ്കിൽ ആ 2 കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം എല്ലാ പെൺകുട്ടികളും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകുക, അല്ലെങ്കിൽ എല്ലാവരും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം മക്കളോട് പറയില്ലേ, ഇപ്പോൾ ഒരു സിംഗിൾ മദറാണ്, അപ്പം കടന്നു വന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, അപ്പം പഠിച്ച ഒരുപാട് കാര്യം ഉണ്ടല്ലോ, അപ്പം മക്കളോട് എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്താ? അവർക്ക് ആൺകുട്ടികളാണ്. അപ്പം നമ്മൾ എന്താ പറയുക, ഞാനിങ്ങനെ അവരെ ഇവിടെ ആക്കിയിട്ട് അങ്ങ് പോയത് എൻ്റെ ജോലി എന്ന് വെച്ചിട്ടുള്ള കാര്യം ജോലി ചെയ്താലേ ജീവിക്കാൻ പറ്റൂ. അതുകൊണ്ട് കുഞ്ഞു പരുവത്തിലെ എപ്പോഴും നമ്മളൊരു അമ്മ അല്ലെങ്കിൽ അച്ഛൻ കൂടെ വേണം കുട്ടികളെ ഇങ്ങനെ വളർത്തി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മളങ്ങോട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവർക്കതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പഠിക്കുന്ന കാര്യമായാലും ഒരു ഓവറായിട്ട് ഫോൺ യൂസ് ചെയ്യുന്നതായാലും ഒക്കെ പറയുമ്പോഴത്തേനും അവർക്കതൊരു ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യും. എനിക്കിങ്ങനെ ആരെയും എനിക്കിങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിച്ച് ഞാനൊന്നും പറയാറില്ല. ഒരു പരിധിയുണ്ട് എല്ലാ കാര്യങ്ങൾക്കും, ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പം ഈ പറയുന്ന കണക്ക് തന്നെ നമുക്ക് ഇപ്പം പറയുന്നത് പഠിച്ചൊരു ജോബ് അത് അത്യാവശ്യമാണ്. അപ്പം നിങ്ങൾ ഫസ്റ്റ് അതിന് പ്രയോറിറ്റി കൊടുക്കണം, എഡ്യൂക്കേഷന്. പക്ഷേ നമ്മൾ പറയാനല്ല പറ്റൂ. അപ്പം ഒരു പരിധിക്ക് വെച്ചിട്ട് ഞാൻ പറയും. അതിൽ കൂടുതലൊന്നും ഞാൻ കിടന്ന് കൈ കടത്താറില്ല, ഒരുപാട് കിടന്ന് പറയാറില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹം ഓരോ കുട്ടികളൊക്കെ സ്റ്റേജിൽ ഈ കലാപരമായിട്ടൊക്കെ കഴിവുള്ള എൻ്റെ ഇളയ കുട്ടിക്ക് നല്ല കഴിവൊക്കെ ഉള്ള, പക്ഷെ അവർക്ക് താല്പര്യമില്ല അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും. അപ്പം എനിക്ക് ഭയങ്കര വിഷമമാണ്. പിന്നെ ഞാൻ അവരിലേക്ക് ഇഞ്ചെക്ട് ചെയ്യത്തില്ല എൻ്റെ ആഗ്രഹങ്ങളൊന്നും അവരിലേക്ക്, നിങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അങ്ങനെയൊന്നും ഞാൻ പറയാറില്ല. ഇവിടെ വരുമ്പം
ചോദിക്കും, ഫോൺ വിളിക്കുമ്പോഴും ചോദിക്കും. അപ്പോൾ എല്ലാം ഓക്കെയാണ്, ഞാൻ അടിപൊളിയാണ്, സൂപ്പറാണ്. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോഴാണ് വേണ്ടത്ര പഠിക്കുന്നില്ല എന്നൊക്കെ തോന്നുന്നത്. അപ്പോൾ ഭയങ്കര വിഷമം വരാറുണ്ട്. ഇപ്പൊ ലോങ് ആയിട്ട് നിൽക്കുന്നത് ഈ പറയുന്ന കുട്ടികളുടെ ജോലി അല്ലെങ്കിൽ പഠിപ്പിന് കാര്യം, ആവശ്യത്തിനുള്ള ഒരു എമൗണ്ട് ആക്കുക, ജോലിക്ക് വേണ്ടിയിട്ടാണ് മാറി നിൽക്കുന്നത് അവരെ വിട്ടിട്ട്. എപ്പോഴും കുട്ടികളുടെ കൂടെ നിൽക്കണം, അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഒരുമിച്ച് ഉണ്ടാവണം എന്ന് ചിലപ്പോൾ ഈ കുട്ടികളും ആഗ്രഹിക്കുന്നുണ്ടാവാം. അപ്പൊ ഈ ഡിവോഴ്സിന് ഏറ്റവും കൂടുതൽ പെയിൻഫുൾ ആയിട്ടുള്ള കാര്യം രണ്ടുപേരും രണ്ട് സൈഡായിരിക്കും. അപ്പം ഇവർക്ക് നിങ്ങളെ രണ്ടുപേരെയും മിസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവരെപ്പോഴെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടോ? എങ്ങനെയാ അത് മാനേജ് ചെയ്യണേ? അവർ ശരിക്കും അവിടെ കിടന്ന് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള കുട്ടികളാണ്. എന്നെ ഉപദ്രവിക്കുന്ന കണക്ക് തന്നെ കുട്ടികൾക്കും നല്ല രീതിയിൽ അനുഭവിച്ചിട്ടുള്ള കുട്ടികളാണ്. അതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും അത്തരം താല്പര്യങ്ങളൊന്നും ഇല്ല. അന്ന് തൊട്ടായാലും ഒരു വാശിപ്പുറത്ത് കുറച്ച് നാൾ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയങ്ങൾ അവരൊരുപാട് അനുഭവിച്ചിട്ടുണ്ട് ആ ഒരു മനുഷ്യനിൽ നിന്ന്. അതുകൊണ്ട് അവർക്ക് ഇപ്പം എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ പോലും കുട്ടികളുടെ അടുത്ത് മിണ്ടാനോ ഒന്നിനും വരാറോ ഒന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു സ്നേഹം അവരുടെ ഉള്ളിൽ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല, ഞാൻ കൂടുതൽ അതിനെപ്പറ്റി ചോദിക്കാറുമില്ല. ഒന്നും ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കാറില്ല. അങ്ങനെ കുഞ്ഞു പരുവത്തിൽ ഇതുപോലെ ഡിവോഴ്സ് ആയ കുറച്ച് മാസങ്ങളിൽ ഒരു 3 മാസം കൊണ്ട് പുള്ളി വന്ന് കാണാറുണ്ടായിരുന്നു. ആ സമയം ഈ കുട്ടികളുടെ അടുത്ത് പറയുന്നത് മൊത്തം നെഗറ്റീവായിട്ടാണ് നമ്മളെ പറ്റി. അവരെ അങ്ങനെ ഉപദ്രവിക്കണം, ഇങ്ങനെ വെട്ടണം, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു കുഞ്ഞു പരുവത്തിൽ. അത് നമ്മളോട് വന്ന് പറയും, ഇങ്ങനെ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയും. അപ്പം അതുകൊണ്ട് അവരുടെ മനസ്സിൽ ആ ഒരു നെഗറ്റീവ് തോട്ട്സാണ് ഇപ്പോഴും കിടക്കുന്നത്. ആ കുഞ്ഞു പരുവത്തിൽ ഇങ്ങനെ പറഞ്ഞ് അതുകൊണ്ട് അവരുടെ അടുത്ത് ഈ ഒരു വ്യക്തിയെപ്പറ്റി ഞാൻ സംസാരിക്കാറുമില്ല. എൻ്റെ അടുത്ത് അങ്ങനെ കാണണമെന്നോ എടുക്കണമെന്നൊന്നും പറയാറുമില്ല. ഇപ്പൊ ന്യൂസുകളിൽ വരുന്ന ഗാർഹിക പീഡന വാർത്തകളുണ്ടല്ലോ, പലപ്പോഴും ഇത്രയും ബോൾഡായിട്ട് തീരുമാനം എടുത്ത ആ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു വരാൻ പറ്റാത്ത ഒരുപാട് പെൺകുട്ടികളുണ്ട്. അവരാണ് ആത്മഹത്യയിലേക്ക് എന്നൊരു ലാസ്റ്റ് ഓപ്ഷൻ എന്ന രീതിയിൽ പോകുന്നത്. ഇപ്പോഴും ചിലപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന പെൺകുട്ടികളുണ്ട് കല്യാണം കഴിഞ്ഞിട്ട്. അവരോട് എന്താ പറയാനുള്ളത് സത്യത്തില്? ഇന്നും ഞാനിപ്പോൾ ഒരു കുട്ടിയുടെ കാര്യം കേട്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവരുടെ വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തിനാണ് അവിടെ നിൽക്കുന്നത്? ആ കുട്ടിക്കാണെങ്കിൽ ഒരു കുഞ്ഞു പോലും ഇല്ല. പലരും 2 കുട്ടികളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കാറുണ്ട്. ഓരോ എക്സ്ക്യൂസസ് അങ്ങ് പറയും, അതുണ്ട് ഇതുണ്ട്. നമുക്ക് വിചാരിച്ചാൽ നമുക്ക് ഒറ്റയ്ക്ക് എവിടെ പോയി വേണമെങ്കിലും ജീവിക്കാൻ പറ്റും. അത് നമ്മൾ തന്നെ ആ ഒരു ശക്തി നേടണം. എന്നിട്ട് ജീവിക്കുക തന്നെ, ഒറ്റയ്ക്ക് തന്നെ. മരിച്ചു കഴിഞ്ഞാൽ തീർന്നു. ആർക്ക് പോയി? നമ്മുടെ അച്ഛനും അമ്മയ്ക്കും മാത്രം. അവർ വീണ്ടും മാരേജ് ചെയ്തിട്ട് അവർ സുഖമായിട്ട് ജീവിക്കുകയായിരിക്കും. എങ്ങനെയെങ്കിലും അവിടുന്ന് പുറപ്പെടുക, അത്ര തന്നെ. ചിലപ്പോൾ ആ സമയത്ത് ഇപ്പൊ പല പാരന്റ്സും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കൂ എന്നാണല്ലോ പറയാറ് പലപ്പോഴും പെൺകുട്ടികളോട്. തൽക്കാലം അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കൂ. ചിലപ്പം പാരന്റ്സിന്റെ ഭാഗത്തുനിന്ന് പോലും ഒരു സപ്പോർട്ട് ഇല്ലാത്ത സമയത്താണല്ലോ ആ ഒരു ഓപ്ഷനിലേക്ക് പോകുന്നത്. ഇപ്പം ഡിവോഴ്സ് എന്ന ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ തന്നെ അത് വളരെ പെയിൻഫുൾ ആണ്. അത്ര സന്തോഷമുള്ള കാര്യമല്ല ഡിവോഴ്സ് ആവുന്നത്. രണ്ടുപേർക്കും അങ്ങനെ തന്നെയായിരിക്കും. ആ ഒരു സമയത്ത് കടന്നുപോയത് എങ്ങനെയാ? അതെ, ഇപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ പേരൻസിനൊക്കെ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുമെന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ ഈ നാട്ടുകാരും വീട്ടുകാരും എന്ത് പറയും സെറ്റപ്പാണ്. അവരുടെയൊക്കെ മുഖം കറുപ്പിക്കരുത്. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മറച്ചു വെച്ച് ഒരു പരിധി ഉണ്ട് എല്ലാത്തിനും. ശരിയാണ്, പറയുന്നതിൽ കാര്യമുണ്ട്. പക്ഷേ അതിര് കടന്നിട്ടും മക്കളുടെ അടുത്ത് അതൊക്കെ മറച്ചു വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോന്ന് പറയുന്നവരായിരിക്കും അവസാനം ഈ ആത്മഹത്യയിലേക്ക്. അതെന്തായാലും വലിയൊരു ഇഷ്യൂസിലേക്ക് വന്ന് അവസാനിക്കും. അതുകൊണ്ട് ആദ്യമേ തന്നെ ആ ഒരു കാര്യം എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് ആ കുട്ടിയെ രക്ഷിക്കുകയല്ലേ വേണ്ടത്. ഇപ്പം എല്ലാവരും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിവോഴ്സ് ആയതിനു ശേഷം എല്ലാവരും കൂടെ നിർബന്ധിക്കുന്ന കാര്യമായിരിക്കും സെക്കൻഡ് മാരേജ്. അത് വീട്ടിൽ നിന്ന് അത്യാവശ്യം പുഷ് കിട്ടി തുടങ്ങിയോ? അമ്മയ്ക്കൊന്നും വലിയ എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ പറയും, ഇടയ്ക്ക് ഇങ്ങനെ ആൺകുട്ടികളല്ലേ, അപ്പം നിന്നെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാറുണ്ട്. എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. പക്ഷേ ഞാൻ അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി, എനിക്കിനി അത് പറ്റൂല. കാര്യം ഈ ഒരു ഒറ്റയ്ക്ക് ജീവിക്കുന്നതിൻ്റെ സുഖം അതെ, അത് നമ്മൾ ആസ്വദിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറൊരാളെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് ഞാനിപ്പോൾ റെയിൽവേയിൽ അവിടെ ഒറ്റയ്ക്ക് ജീവിച്ച് ഇപ്പോൾ ഒരു ബഹളത്തിൻ്റെ ഇടയിലേക്ക് ഒരു 2 മണിക്കൂർ കൂടുതൽ ഇരിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഇറിറ്റേഷൻ വരാൻ തുടങ്ങാറുണ്ട്. അതുപോലെ എൻ്റെ അടുത്ത് ആരെങ്കിലും 1-2 ദിവസമൊക്കെ വന്ന് ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ നിന്നാൽ തന്നെ പോകുന്നില്ല. അതായത് എക്സ്ട്രോവേർട്ട് ആയിരുന്ന ആള് ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ട് മാറി. അതെ, ആ ഒരു ഫീല് വരാറുണ്ട്. എങ്ങനെയെങ്കിലും എനിക്കൊന്ന് ഒറ്റയ്ക്കിരിക്കണം, കുറച്ചു നേരം ഒന്ന് ഒറ്റയ്ക്കിരിക്കണം എന്നൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഓക്കെ ആവാൻ സാധ്യതയില്ല. പിന്നെ എന്തിനാണ് നമ്മൾ വീണ്ടും ഒരു കാര്യത്തിലേക്ക് പോകുന്നത്? അതുകൊണ്ട് തൽക്കാലം വേണ്ട എന്നാണ് തീരുമാനം. എനിക്കിത് ഈ ഒരൊറ്റ പോയിന്റാണ് ഇപ്പൊ എല്ലാ പെൺകുട്ടികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈ സമാധാനം, വഴക്കില്ല, ഹാപ്പി ആയിട്ട് നമ്മുടെ കാര്യത്തിൽ ആരും ഇടപെടുന്നില്ല. അതുകൊണ്ടായിരിക്കും ഇപ്പൊ പെൺകുട്ടികളും കല്യാണം വേണ്ട എന്നൊരു ഡിസിഷനിൽ ഇപ്പൊ നിൽക്കുന്നത്. തീരുമാനം.
അതെ, പോസിറ്റീവ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. കാര്യം പെൺകുട്ടികളെല്ലാം കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവ് അവിടെ ഇരിക്കും, എടി ചായ മുന്നിൽ, എടി കോഫി മുന്നിൽ, എൻ്റെ ഷർട്ട് അയൺ ചെയ്തില്ല, ഇത് തന്നെയല്ലേ കണ്ടു വളരുന്നത്. ഇപ്പോഴും സിസ്റ്റം അങ്ങനെ തന്നെയല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. ആൺകുട്ടികൾ മാറിയെന്ന് അവർക്ക് തോന്നട്ടെ, അപ്പൊ അവരും തീരുമാനം എടുക്കട്ടെ. അതെ, ഈ രഞ്ജിനി ഹെൻഡേഴ്സ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നില്ല എന്ന് തീരുമാനം എടുത്താൽ തീരാവുന്നതേ ഉള്ളൂ ആൺകുട്ടികളുടെ എല്ലാ പ്രശ്നങ്ങളും എന്നാണ്. നല്ല തീരുമാനം. അതിനാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. ഇപ്പൊ ലൈഫ് ഇപ്പൊ ഹാപ്പി ആയിട്ടല്ലേ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ ഒരു പകുതി പണ്ടത്തെ ഒരു പാസ്റ്റ് ഉണ്ടല്ലോ, അതായത് ബഹളം, വഴക്ക്, അടി, ഡിവോഴ്സ് കാര്യങ്ങൾ. ഇപ്പോഴൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഭയങ്കര കാം ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടല്ലോ, അതിലേക്ക് വരാനെടുത്ത് കുറെ സ്ട്രഗിൾ കാര്യമുണ്ട്. ഇപ്പൊ ലൈഫ് എങ്ങനെയാ പോണേ? ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും എനിക്കും ഒരു നല്ല ദുഃഖങ്ങളുണ്ട്, എൻ്റെ പുറകിലെ ദുഃഖങ്ങളുണ്ട്. അത് കുട്ടികളെ പറ്റി ഓർത്തിട്ടാകാം, അങ്ങനെ പല വിഷമങ്ങളും ഉണ്ട്. ഇപ്പം ഹോം ലോൺ എടുത്തു, അത് ഇങ്ങനെ അടയ്ക്കുമെന്ന് ഓർത്തിട്ടാകാം, അത് വേറെ സ്ട്രഗിള്. പിന്നെ ജോലിയിലേക്ക് തിരിച്ചു പോയി നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന, അങ്ങനെ പല പല ദുഃഖങ്ങളെല്ലാം എനിക്കും ഇപ്പോഴും ദുഃഖങ്ങളുണ്ട്. അന്ന് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ന് വേറെ തരത്തിലാണ്. അതെ, ജീവിതമല്ലേ. എല്ലാ മനുഷ്യനും ദുഃഖമുണ്ട്. ചില ആളുകൾ അവരുടെ ദുഃഖം എന്താണെന്ന് നോക്കിയിരിക്കും, എന്നിട്ട് സന്തോഷിക്കുക, അവർക്ക് ആ ദുഃഖമുണ്ട്, ഹൗ സാറ്റിസ്ഫൈഡ്. അവർക്ക് ഈ നോക്കുന്നവർക്കും ഉണ്ടാവും വേറെ ഭയങ്കര ദുഃഖങ്ങൾ. അവരതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മളിലേക്ക് എത്തി നോക്കാറുണ്ട്. ഈ അവരെ സാറ്റിസ്ഫൈ ചെയ്യിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം പല ദുഃഖങ്ങളും ഒക്കെ അങ്ങ് സമൂഹത്തിനെ അറിയിക്കാതെ ഇങ്ങനെ സഹിച്ചൊക്കെ ജീവിക്കുന്നത്. അതെ, ഒരു അമ്മയായിരിക്കുന്ന സമയത്തുള്ള ഒരു മാറ്റവും ആ ഒരു ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ടോ? എങ്ങനെയാ എൻജോയ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര റെസ്പോൺസിബിലിറ്റിയാണ് അതിനകത്ത്. നമുക്ക് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല എന്നാണ് എനിക്ക് തോന്നാറ്. കാര്യം കുട്ടികളെ ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പം വേറെ വർക്കിംഗ് വുമൺ ആയതുകൊണ്ടും മറ്റൊരു സ്ഥലത്ത് മാറി നിൽക്കുന്നത് കൊണ്ടും ഞാൻ അങ്ങോട്ട് വിചാരിക്കുന്ന കണക്ക് ഇവന്മാര് വരുന്നില്ല. അതിന്റെ വിഷമമാണുള്ളത്. ഇപ്പൊ ഇളയതായാലും മൂത്ത കുട്ടിയായാലും രണ്ടുപേരുടെയും മൈൻഡ് സെറ്റൊക്കെ വേറെ ലെവലാണ്. ഞാൻ എൻ്റെ കുഞ്ഞു പ്രായത്തിലേക്ക് കുറെ സ്റ്റേജുകളിൽ കയറണമെന്നും ഒക്കെ ആഗ്രഹിച്ചു. പക്ഷെ ഇവർക്ക് അത്തരത്തിലുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. പിന്നെ എൻജോയ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, ഇപ്പം അമ്മയായിട്ട് ഇപ്പൊ പറഞ്ഞല്ലോ ജോലി തുടങ്ങിയ സമയത്ത് മാറി നിന്നു, അപ്പൊ അവരുടെ ചെറുപ്പ പ്രായത്തിൽ കൂടെ നിക്കണം, അത് ഭയങ്കരമായിട്ട്. എനിക്ക് ആദ്യമൊക്കെ ഞാൻ ജോലിക്ക് ചത്ത കണക്കാ ജീവിക്കുന്നത്. ആ പ്രായത്തിലുള്ള പിള്ളേരെ കാണുമ്പോൾ ഞാൻ കരയുമായിരുന്നു. ഇപ്പോഴും ഓർക്കുമ്പോഴും സങ്കടം വരും ആ സമയത്ത്. പിന്നെ കുറെ കാലം കഴിയുമ്പോൾ മാറിയത്. നമ്മളാ കുഞ്ഞു പരുവത്തിൽ വിട്ടിട്ട് പോയതല്ലേ കുട്ടികളെ. ആ കുട്ടികൾ കുഞ്ഞായിരുന്ന സമയത്ത് കൂടെയുള്ള സമയം ഭയങ്കരമായിട്ട് നമ്മൾ ശരിക്കും ഹാപ്പി ആയിരുന്നു. വേറൊരു മാറ്റമല്ലേ നമ്മുടെ മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന തന്നെ ഒരു അമ്മയാകുമ്പോൾ. പിന്നെ അത് നമ്മളെ ഫുള്ളായിട്ട് മാറ്റി നിർത്തുമ്പോഴത്തേനും നമ്മളെ വേറൊരാളാക്കി മാറ്റും. ഇപ്പൊ ഒരാണിൽ നിന്ന് നമുക്ക് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം ലൈഫിൽ സംഭവിക്കണം. അപ്പൊ അത് അത്രയും വേദനയോട് കൂടിയാണ് ആ ലൈഫിൽ നിന്ന് മാറുന്നത്. ഇപ്പൊ 2 ആൺകുട്ടികളാണ്. ഇപ്പൊ 2 ആൺകുട്ടികളുടെ അമ്മ എന്ന നിലയിൽ എന്തൊക്കെയാണ് അവരെ പറഞ്ഞു മനസ്സിലാക്കുക? അല്ലെങ്കിൽ ആൺകുട്ടി എന്നാണ് നമുക്ക് ഇത്രയും വേദന കിട്ടിയത്. അപ്പൊ 2 ആൺകുട്ടികളുടെ അമ്മ എന്ന രീതിയിൽ അടുത്തൊരു ജനറേഷന്റെ അവരും ഹസ്ബൻഡായി മാറണ്ടല്ലോ. അപ്പൊ അതില് എങ്ങനെയൊക്കെയാ 2 ആൺകുട്ടികളെ വളർത്തുന്ന ഒരു അമ്മ എന്ന് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാ? എൻ്റെ അമ്മയാണെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് എല്ലാം എടുത്തു കൊടുത്തു, ചോറൊക്കെ എടുത്തു കൊടുത്തും ഒക്കെയാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പം ഞാൻ അമ്മയടുത്ത് പറയും, ഇവരെ ഇങ്ങനെ വളർത്തിക്കഴിഞ്ഞാൽ ഇവർ നാളെ ഒരു പാർട്ണറിനെ കൊണ്ടുവരുവാണെങ്കിൽ ആ പെണ്ണിലേക്ക് ഇത് പോയി റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ പോകും. ഞാൻ എപ്പോഴും പറയും, അവനവൻ്റെ കാര്യം അവനവൻ ചെയ്യണം. നിൻ്റെ ഡ്രസ്സായാലും നിൻ്റെ ഫുഡ് വേസ്റ്റ് ആയാലും എല്ലാം നീ കൊണ്ട് കളയണം, നീ തന്നെ വാഷ് ചെയ്യണം, അവനവൻ്റെ കാര്യം അവനവൻ ചെയ്യണം. ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞു കൊടുക്കാറ്. പക്ഷേ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതൊന്നും കേൾക്കണ്ടേ? കേൾക്കാറില്ല. എന്നാലും ഒരു പരിധിവരെയൊക്കെ ഇളയ കുട്ടി ഒരു പരിധിവരെയൊക്കെ ഞാൻ പറയുന്നത് അനുസരിക്കും. പക്ഷെ മൂത്തവൻ തീരെ കേൾക്കാറില്ല. ഈ സമയത്തായിരിക്കും പറഞ്ഞ നമ്മൾ അടുത്ത് വേണമായിരുന്നു, ചെറുപ്പത്തിലേ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് ചെയ്യാന്ന് പറയുന്നത്. അതിലിപ്പോ മാറ്റം വരുത്താൻ നോക്കിയിട്ടുണ്ടോ? നമുക്ക് ഇനി അങ്ങോട്ട് ഇവര് മാറണമെങ്കിൽ ഒരു 20 വയസ്സിന് മേലെ പോണം. ഇനിയിപ്പോ നമ്മൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും അവരുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണോ ആ രീതിക്ക് പോകത്തുള്ളൂ. നമ്മളവിടെ വെറുതെ കിടന്ന് നമ്മൾ ബഹളം വെക്കാന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇനി അവർക്കൊരു 20-21 വയസ്സൊക്കെ ആകുമ്പോഴേ അവർക്ക് അത്, ഞാൻ എപ്പോഴും പറയും, ഞാൻ 18 വയസ്സ് വരെ നിങ്ങളെ പഠിപ്പിക്കും. ഇനി എനിക്കുള്ളത് എന്തും തന്നിട്ടായാലും നിങ്ങളെ ഞാൻ പഠനത്തിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം ഞാൻ നിങ്ങൾക്ക് തരും. ഒരു പ്രശ്നമില്ല. മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്തോ. 18 വയസ്സിന് ശേഷം 5 പൈസ ഞാൻ തരില്ല. വെറുതെ തിന്നും കുടിച്ചും കിടക്കാനാണ് ഭാവമെങ്കിൽ സത്യമായിട്ടും മക്കളാണെന്ന് നോക്കില്ല, മാറ്റി
പോകാൻ പറയത്തുള്ളൂ എന്ന് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അതിങ്ങനെ കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. കാരണം അവര് പഠിച്ച് അവർക്ക് ആ ഒരു ഇത് വേണ്ടേ, എനിക്ക് എൻ്റെ കാര്യം നോക്കി നിൽക്കണം എന്നുള്ള ഒരു ഇത് വേണ്ടേ. ആരെങ്കിലും അങ്ങ് നോക്കിക്കോളൂ, ആരെങ്കിലും അങ്ങ് ചെയ്തോളൂ എന്നുള്ള ഒരു ചിന്താഗതി പറ്റൂലല്ലോ. ശരിയാണ്. ഇപ്പം ചെയ്യുന്ന വർക്കിൽ ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണോ? അല്ലല്ല, ഇപ്പം ഞാൻ ലീവിലാണ്. CCL ചൈൽഡ് കെയർ ലീവ്. 10th എക്സാം അല്ലേ അവൻ്റെ. സോ അതുകൊണ്ട് ഞാൻ കുറച്ച് കറക്റ്റായിട്ട് ക്ലാസ്സിനൊക്കെ പോട്ടെന്ന് പറഞ്ഞ് വന്ന് നിൽക്കുവാണ്. പോകുന്നുണ്ട്. അപ്പൊ ഈ വർക്കിന്റെ ഇടയ്ക്കും സമയം കണ്ടെത്തിനാണ് വീഡിയോസ് ചെയ്യണം അല്ലേ? അതെ 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 അതെ. അവിടെ ആണെങ്കിൽ അവിടുന്ന് വീഡിയോസ് ചെയ്യും. എങ്ങനെയാ? ഇപ്പം ഞാൻ നാട്ടിലാണല്ലോ, ഇപ്പൊ എനിക്ക് വീഡിയോസ് കുറഞ്ഞിട്ടുണ്ട്. അവിടെ നിൽക്കുമ്പോഴാണ് തോന്നുന്നു കൂടുതലും. കാര്യം ഇവിടെ വരുമ്പോഴത്തേന് ഇവരുടെ കാര്യം, ഇവന്മാരുടെ കാര്യം, ഇവന്മാരെവിടെ പോകുന്നു, ആരോട് സംസാരിക്കും, ഇതൊക്കെ നോക്കണ്ടായോ. അപ്പൊ അതുകൊണ്ട് കുറെ സമയം അങ്ങനെ അങ്ങ് പോവും. പിന്നെ അവിടെ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ കാര്യം മാത്രമാണ് കൂടുതലും. അപ്പം എക്സ്ട്രാ ടൈമൊക്കെ കിട്ടും. ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ ഇങ്ങോട്ട് കുറച്ചുകൊണ്ട് ബാക്കി സമയം വീഡിയോ ഒക്കെ എടുത്ത്. പക്ഷെ നന്നായി റെസ്റ്റ് എടുക്കും, ഉറങ്ങും നന്നായിട്ട്. കാര്യം ഡ്യൂട്ടി അങ്ങനെയാണ്, നൈറ്റ് ഡ്യൂട്ടി ഒക്കെ വരുന്നതാ. നമ്മുടെ ആരോഗ്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. മാത്രല്ല നമ്മുടെ മുന്നിക്കടി ട്രെയിനകത്ത് വന്ന് നമ്മളെ വിശ്വസിച്ച് പോകുന്നവരല്ലേ. സോ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പൊ വീഡിയോസിൽ കുറെ ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ കോസ്റ്റ്യൂമാണ്. ഇപ്പൊ ഇത്രയും കോസ്റ്റ്യൂം എങ്ങനെ ഇടുന്നു? റെന്റ് എടുക്കുന്നതാണോ അതെങ്ങനെ ഒപ്പിക്കുന്നതാണോ? എങ്ങനെ ഇത്രയും കോസ്റ്റ്യൂം? അങ്ങനൊന്നും ഇല്ല. ഞാൻ ഒരു നൈറ്റ്, ഒരു 2 or 3 നൈറ്റ് ഉണ്ട്. ആ നൈറ്റ് തന്നെയാണ് എല്ലാ വീഡിയോസിനകത്തും. അങ്ങനൊന്നും ഞാനങ്ങനെ ഒത്തിരി പൈസ ഒന്നും ചെലവാക്കാറൊന്നുമില്ല ഡ്രസ്സ് മേടിക്കാനും. ബിഗൊക്കെ ഞാൻ മേടിച്ചു. അല്ല, അത് ഞാൻ മേടിച്ചു. ആ ചുരുണ്ട മുടി, നീണ്ട മുടി, കുറിയ മുടി, 3-4 മുടി. അതെ, ആൾക്കാർക്ക് മനസ്സിലാവണ്ടേ ഇത് ആ ക്യാരക്ടറാ. പിന്നെ ചിലപ്പോ ഞാൻ ഒരു പൊട്ടൊട്ടിക്കും. ഇത് ലവള്, പൊട്ടില്ലാത്തത് ഇവള്. ഒരു പ്രൗഡ് മദർ ആയിട്ട് ഫീൽ ചെയ്ത ഒരു മൊമെന്റ് ഉണ്ടോ ലൈഫില്? ഇത്രയും വർഷത്തിനിടയിൽ ഇത്രയും മക്കൾക്ക് വേണ്ടി ഇത്രയും കാര്യം ചെയ്യാണ്. സത്യം പറഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് ഈ ഹാർഡ് വർക്കിംഗ് പ്ലസ് ചേച്ചിയുടെ പാരന്റ്സിന് വേണ്ടിയിട്ടാണ് ഇത്രയും അധികം ഹാർഡ് വർക്ക് ചെയ്യണേ. സോ ഒരു മദർ എന്ന രീതിയിൽ ഒരു പ്രൗഡ് മൊമെന്റ് ഉണ്ടോ ലൈഫില്? പ്രൗഡ് മൊമെന്റ് ഇളയ മോനാണെങ്കിൽ ഒരു വട്ടം ഒരു ശിവന്റെയും ഒരു പാർവതിയുടെ രൂപം ഇങ്ങനെ ഉണ്ടാക്കി എൻ്റെ കൊടുത്തന്ന്. അതെനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. രണ്ടുപേരും കൂടി, ഇളയതും മൂത്തതും കൂടി പൈസ ഇട്ട് ഒരു വട്ടം ഇവിടെ നിന്നൊക്കെയോ ആരൊക്കെയോ കൊടുക്കുന്ന പൈസയൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ട് എനിക്ക് ഒരു ചുരിദാറിന്റെ ടോപ്പ് ബർത്ത്ഡേക്ക് മേടിച്ചുകൊണ്ട് തന്നു. അതും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കുറേ വർഷങ്ങൾക്ക് മുന്നാണ് കേട്ടോ. ഇപ്പം നിലവില് ഒന്നും ഉണ്ടാക്കി തന്നിട്ടില്ല. വെയിറ്റിംഗ് കാണുന്നുണ്ടെങ്കിൽ അമ്മ കാത്തിരിക്കുകയാണ്. ഇതൊക്കെ ഒരു മകൾ എന്ന രീതിയിൽ പാരന്റ്സിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തൊരു കാര്യം ഞാൻ ചോദിക്കുകയാണെങ്കിൽ, പേരൻസിന് വേണ്ടിയിട്ട് അച്ഛന് വണ്ടി എടുത്തു കൊടുത്തു. പക്ഷെ എൻ്റെ പേരിലാണ്. എന്നാലും ഞങ്ങൾ എടുത്തു കൊടുത്തു. എന്ന് വെച്ചാൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകേണ്ട കാര്യങ്ങൾക്കൊക്കെ അച്ഛന് വണ്ടി എടുത്തു കൊടുത്തായിരുന്നു. ജോലി കിട്ടി, അച്ഛനും അമ്മയ്ക്കും കൂടി, 2 പേർക്കും കൂടി കിട്ടി. ഞാൻ കയറത്തില്ല കേട്ടോ, എനിക്ക് കാരണത്ത് അധികം യാത്ര ചെയ്യാൻ പറ്റില്ല. അപ്പം അവർക്ക് അത് മേടിച്ചു കൊടുത്തായിരുന്നു ജോലി കിട്ടിയ ആ സമയത്ത്. പിന്നെ അത് കഴിഞ്ഞിപ്പം സത്യം പറഞ്ഞാൽ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം എൻ്റെ ലൈഫ് ഞാൻ ഇങ്ങനെ നിർത്തിയിട്ട് അവിടെ മെയിനായിട്ട് ജോലിയിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഞാൻ പലപ്പോഴും അമ്മയുടെ അടുത്ത് പറയാം, അമ്മ ഞാൻ ജോബ് നിർത്തിയിട്ട് വരട്ടെ എന്ന് ചോദിക്കും. അമ്മ പറയും, വേണ്ട മോളെ, നമുക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റൂല, ഈ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റൂല, അവിടെ നിനക്കൊരു മരണം വരെ ഒരു ഇതല്ലേ, ജോബല്ലേ. അപ്പം അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ജോലി മേടിച്ചതും ഇപ്പം നിൽക്കുന്നതും. അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഗവൺമെന്റ് ജോലി മേടിക്കണം. അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്, അമ്മയെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടാണ് ജോബ് മേടിച്ചത്. അമ്മയാണ് എപ്പോഴും ഈ ബൂസ്റ്റ് ആയിട്ട് എപ്പോഴും താങ്ങി നിൽക്കുന്ന ആളെന്ന് തോന്നുന്നു. അമ്മയാണ് എൻ്റെ എല്ലാം. ഈ ഹാർഡ് വർക്കിനൊക്കെ റിസൾട്ട് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ അല്ലേ? ഇനിയും അങ്ങോട്ടുള്ള വർഷങ്ങളിൽ നല്ല വർഷം ആവട്ടെ. ഈ പറഞ്ഞ ഓരോ ആഗ്രഹങ്ങൾ, ഇപ്പൊ പറഞ്ഞ ഒരുപാട് ആഗ്രഹം ഉണ്ട്. ഒന്ന് സിനിമയിൽ അഭിനയിക്കുക, അത് പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്ന് ഞാൻ വിഷയമാണ്. പിന്നെ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ലൈഫിൽ നടക്കേണ്ട ഒരു നല്ലൊരു ഹാപ്പി ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ വിഷയമാണ്. കാരണം അത്രയധികം സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളാണ്. അപ്പം ഞാൻ മനസ്സുകൊണ്ട് വിഷയമാണ് കേട്ടോ. അപ്പം എല്ലാ കാര്യങ്ങളും ഹാപ്പി ആയിട്ട് നടക്കട്ടെ. ടച്ച് വിട്ട് ഒരുപാട് സന്തോഷം സംസാരിക്കാൻ പറ്റിയില്ല, കാണാൻ പറ്റിയില്ല. ഇപ്പോഴും വെറൈറ്റി കണ്ടന്റ് നമ്മൾ വെയിറ്റ് ചെയ്യാണ് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്.